பெருவெள்ளம் மற்றும் நிலச்சரிவால் இறப்பின் நுனி வரை சென்று தப்பிய வயநாடு பகுதிவாசிகள் சபரிமலையில் தரிசனம் செய்தனர். இருநூற்று 54 உயிர்களை பலிவாங்கிய வயநாடு பகுதியைச் சேர்ந்தவர்கள்தான் இவர்கள். நாற்பத்தெட்டு நபர்கள் கொண்ட ஐயப்ப பக்தர்கள் குழுவினர் சூரல்மலை கிராமத்தைச் சேர்ந்தவர்கள். சபரிமலையில் தங்கியிருந்த இவர்கள் மகர ஜோதியை தரிசித்தனர். ஹரிவராசனம் விஸ்வமோகனம் ஹரிதீஸ்வரம் ஆராத்ய பாதுகம். நிலச்சரிவில் உற்றார் உறவினர் உடன்பிறப்புகள் உடைமைகள் என எல்லாவற்றையும் இழந்த இவர்கள் ஐயப்பனை தரிசிக்க வந்தது நிகழ்ச்சிக்குரிய விஷயமாய் மாறியிருக்கிறது. சரணமையப்பா சுவாமி சரணமையப்பா சரணமையப்பா சுவாமி சரணமையப்பா. 54 കൊല്ലമായി ശബരിമലയ്ക്ക് വരാൻ തുടങ്ങിയിട്ട്. അതിൽ 51 കൊല്ലം ഇവരെ ചൂരൽമല, അട്ടമല, മുണ്ടക്കായ്, പുത്തുമല സ്ഥിരം എല്ലാ കൊല്ലം ശബരിമലയ്ക്ക് കൊണ്ടുവരുന്നതുമാണ്. ഇക്കൊല്ലം അവരുടെ ക്ഷേത്രങ്ങളെന്നെല്ലാം ഒക്കെ പ്രളയം വന്നിട്ട് മൂവ് ചെയ്തു. അത് കൂടാതെ തന്നെ ഓരോ ഇപ്പോൾ താമസിക്കുന്ന മാനന്തവാടി, തിരുനെല്ലി, പിന്നെ കാരാപ്പുഴ, പിന്നെ ഈ ഭാഗങ്ങളിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ആരാർക്ക് എത്തിപ്പെടാനും കഴിയുന്നില്ല. പിന്നെ ഇവർ സ്ഥിരം എന്നതിൻ്റെ പേരിൽ ഇവർ 10-25 ആൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നിട്ട് ഞങ്ങൾ മേപ്പാടി മാരിയമ്മ ക്ഷേത്രത്തിലാണ് ഞങ്ങൾ താമസം. വർഷം നമ്മളൊരു 50-55 ആൾ വീതം മുണ്ടക്കയിൽ നിന്ന് മാരിയമ്മ ക്ഷേത്രത്തിൽ കെട്ടുനിറച്ച് വരുന്നതാണ്. ഈ വർഷം മുണ്ടക്കയിലെ ഗുരുസ്വാമി നമ്മളെ വിട്ടുവിട വന്നിരിക്കുകയാണ്. ഉരുൾപൊട്ടൽ ബാധിച്ച് അവരുടെ കുടുംബത്തിൽ പല നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കുടുംബത്തിൽ ഭാഗ്യമായിട്ട് 13 പേര് നഷ്ടപ്പെട്ടിട്ടുണ്ട്. മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല 3 ക്ഷേത്രത്തിൽ 3 വാഹനമാണ് എല്ലാ വർഷവും വരുന്നത്. 3-ൽ കൂടുതൽ വാഹനം വരും. ഈ പ്രാവശ്യം എല്ലാം ചുരുക്കിക്കൊണ്ട് മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല എല്ലാം കൂടി ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ മേപ്പാടി ഞങ്ങൾ കെട്ടുനിറയ്ക്കേണ്ടത്. 3 ക്ഷേത്രത്തിൽ ഞങ്ങൾക്ക് കെട്ടുനിറയ്ക്കാനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. വളരെയധികം ദുഃഖമുണ്ട് അതിൽ. പിന്നെ വേർപാടിൽ ഒരുപാട് പേര് നമ്മൾ കഴിഞ്ഞ വർഷം വന്നു പോയവരൊക്കെ നമ്മൾ ഈ കൂട്ടത്തിലില്ല. മുണ്ടക്കയിൽ നിന്ന് ആകെ ഒരു സ്വാമിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ചൂരൽമല അട്ടമലയിൽ നിന്നാണ് വരുന്നത്. അപ്പം ഞങ്ങളിവിടെ സന്നിധാനത്ത് വന്ന് അയ്യപ്പൻ്റെ അടുത്ത് ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. ഒറ്റൊരു കാര്യം പ്രാർത്ഥിക്കുന്നുള്ളൂ. മുണ്ടക്കായ്, ചൂരൽമല ആ ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും പുനരധിവാസം എത്രയും പെട്ടെന്ന് സർക്കാരിന് ചെയ്തു കൊടുക്കാൻ കഴിയട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയുള്ളൂ. എത്രയും പെട്ടെന്ന് ആ മുഴുവൻ ആളുകൾക്കും വീടായി, തൊഴിലായി, മുഴുവൻ ആളുകൾക്കും അതേ പഴയപടി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥന അയ്യപ്പൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഞാൻ ചൂരമലയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഉരുൾപൊട്ടിയതൊക്കെ അതിജീവിച്ച് അയ്യപ്പനെ കാണാൻ വേണ്ടി എത്തിയതാണ്. ഞാൻ 4ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. അതിൽ തന്നെ ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ദർശനം കിട്ടിയത് ഇന്നാണ്. எத்தனை இழப்பு வந்தாலும் சபரிமலை ஐயப்பன் மீது அவர்கள் வைத்திருக்கும் நம்பிக்கையை என்றும் இழக்கப் போவதில்லை.